ഒരു ലേഡി ടീച്ചറായിരുന്നു ഈ മോൾക്ക് കിട്ടിയത്. ആ ടീച്ചർ വളരെ ഹറാസ് ചെയ്ത് ഈ മകളുടെ പഠിത്തത്തിൽ അവരെ ആവശ്യമില്ലാതെ കണ്ട സമയം മുതൽ വളരെ കുറ്റം പറയും. BDSനൊക്കെ ഡിസ്റ്റിങ്ഷൻ എടുത്ത് മാർക്കോട് പാസ്സായ കുട്ടിയാണ്. നല്ല രീതിയിൽ പഠിച്ചു വന്നതാണ്. ഇവരുടെ ഈ സംസാരം വളരെ നമുക്ക് മാനസികമായിട്ട് വളരെ തളർത്തുന്നതായിരുന്നു. അതുമൂലം മറ്റു കുഞ്ഞുങ്ങൾ കേട്ട് നിൽക്കുമ്പോൾ തന്നെ അവർ തന്നെ ചോദിക്കും, ഈ ടീച്ചർ ഇങ്ങനെയാണെന്നോ നിന്നോട് സംസാരിക്കുന്നതെന്ന് ചോദിക്കുക. അതുപോലുള്ള സംസാരമാണ്. എത്ര അസൈൻമെൻറ്റ്സ് ചെയ്ത് കൊണ്ട് കൊടുത്താലും ആ ടീച്ചർ സൈൻ ഇട്ട് കൊടുക്കത്തില്ല. ഇവളെ പല പ്രാവശ്യം നടത്തിയിട്ട് നീ വലിയ ബുക്ക് അത് മുഴുവനും പഠിച്ചുകൊണ്ട് വന്നിട്ട് എന്നോട് പറ, എന്നിട്ട് ഞാൻ സൈൻ ഇട്ട് തരാമെന്നും പറഞ്ഞ് ഇങ്ങനെ നടത്തുമായിരുന്നു. അത് വളരെ മാനസികമായിട്ട് ഈ മകളെ അങ്ങ് തളർത്തി. എന്ത് ചെയ്തു കൊടുത്താലും അവർക്ക് ലാബ് വർക്കൊക്കെ വളരെ ഉള്ളത്, എന്ത് ചെയ്തു കൊടുത്താൽ ഈ ടീച്ചർ സൈൻ കൊടുക്കത്തില്ലായിരുന്നു. ഈ ടീച്ചറിൻ്റെ അടിയിലാണ് തീസീസും വേറെ 5-6 അസൈൻമെൻറ്റ്സ് ചെയ്ത് അവരുടെ അപ്രൂവൽ കിട്ടാതെ ഈ പഠിത്തം പൂർത്തീകരിക്കാൻ സാധിക്കത്തില്ല. ഈ മകൾ മാനസികമായിട്ട് വളരെ പ്രയാസം അനുഭവിച്ച് ഞങ്ങൾ ആ സമയത്താണ് അവിടെ കർണാടകയിൽ പോയി കൂടെ താമസമാക്കിയത്. വളരെ പ്രയാസമായി, മാനസികമായിട്ട് വളരെ തളർന്നു. കോളേജിൽ പോകാനോ പഠിക്കാനോ വളരെ താല്പര്യമില്ലാതായി. അവൾ പിന്നെ കോളേജിൽ പോയാൽ ലൈബ്രറിക്ക് പോയിരിക്കും ഈ ടീച്ചറിനെ ഫേസ് ചെയ്യാനുള്ള പ്രയാസം കൊണ്ട്. അങ്ങനെ അസൈൻമെൻറ്റ്സ് തീർത്തില്ലെങ്കിൽ ഇവർക്ക് പരീക്ഷ എഴുതുവാൻ സാധിക്കത്തില്ല. അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് പോയി ലൈബ്രറിയിലിരിക്കും. ഒടുവിൽ പിന്നീട് പോകാതായി കോളേജിൽ. ഞങ്ങൾ HODയോട് പറഞ്ഞു, ഞങ്ങൾ ഇനിയും മോളെ പഠിപ്പിക്കുന്നില്ല, ഞങ്ങൾ വിട്ടുപോകുക. ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം എടുക്കാൻ 2-3 പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് കോളേജിൽ ചെന്നു. പക്ഷേ ആ സാർ ഒരു വിധത്തിൽ സമ്മതിച്ചില്ല. അവൾ ബ്രില്യൻ്റായിട്ടുള്ള ഒരു കുട്ടിയാണ്, അവൾ പഠിക്കട്ടെ, ഞാൻ അവളോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഒരു വർഷത്തോളം പുള്ളിക്കാരി കോളേജിൽ അറ്റൻഡ് ചെയ്തില്ല. ഇവരുടെ ഒരു പഠിത്ത സംബന്ധമായി 3 വർഷത്തെ കോഴ്സാണിത്. ഫസ്റ്റ് ഇയറിൽ പാസ്സായി കഴിഞ്ഞാൽ 1 വർഷം അവർക്ക് ലീവ് എടുത്തിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ റെഗുലറായിട്ട് ജോയിൻ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് അസൈൻമെൻറ്റ്സ് തീർത്ത് പരീക്ഷ എഴുതി പാസ്സായാൽ മതി. അങ്ങനെ ഏതായാലും പുള്ളിക്കാരി പോകാതിരുന്ന സമയത്ത് അവരാ അവധി എടുത്ത സമയം യൂണിവേഴ്സിറ്റി അവിടെ ലീവായിട്ട് അവർ കണക്കാക്കി. അതുപോലെ തീസീസ് ചെയ്യാൻ 1-2 ഈ ടീച്ചർ പറഞ്ഞ തീസീസ് അല്ലാതെ വേറെ ഒരു തീസീസും അവൾ ചെയ്യാനോ സമ്മതിക്കത്തില്ല. അങ്ങനെ പുറത്ത് ലാബിൽ കൊടുത്ത് ചെയ്യേണ്ട വർക്കാണ് അത്. 1-2 കൊടുത്തത് ശരിയായില്ല. പിന്നെ അവിടുത്തെ ഒരു സയൻസ് കോളേജിൽ അവിടുത്തെ ലാബുകാർ